ഹായ്, നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം സമയം 10:10 നമ്മളിവിടെ വരദൂര് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ഇവിടെ വരദൂർ PHC അല്ലേ, ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കിയിട്ടോ. അപ്പം നമ്മളിവിടെ വരുമ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു മിത്ര മെസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ്. അപ്പം നല്ല നാടൻ ദോശ, അതിന് വന്നിട്ട് സാമ്പാറുണ്ട്, ഇത് വന്നിട്ട് ചട്നിയാണ്, ഇത് ഒരു ചുമന്ന ചട്നി, വേറെ ഇത് മുളക് ചട്നിയാന്ന് തോന്നുന്നു. ഇത് പിച്ചൂടം കഴിച്ചു തുടങ്ങി വിശന്നിട്ട്. അത് ഞങ്ങൾക്ക് ഫാസ്റ്റിങ്ങിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പിച്ചൂട? കഴിച്ചു കഴിയാനായി. നമ്മളിവിടെ വരുമ്പോൾ സ്ഥിരം കഴിക്കുന്നത് ഇവിടെ നിന്നാട്ടോ. ഒരു ചെറിയൊരു മെസ്സാണ്. പിച്ചൂടിൻ്റെ ഒക്കെ ഒരു അറിയുന്ന ഒരു ചേട്ടൻ്റെയാണ്, അതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇവിടുന്ന നല്ല ഫുഡാണ്. പിച്ചൂടിൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഉള്ളതല്ലേ, ഇവരുടെ അച്ഛനായിട്ട് തുടങ്ങിയ ഒരു കടയാണത്. അപ്പം എന്നാലും ഞങ്ങൾ കഴിക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ ദോശ. അധികം പുളിയൊന്നുമില്ല, എനിക്ക് ഈ ഓവർ പുളി ഇഷ്ടമല്ല. പാകത്തിന് പുളിയൊക്കെ ആയിട്ട്. അതെ, ഇപ്പം ചുട്ട് ചൂടോടെ തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ഓരോ ദോശയായിട്ട് തരിക. നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ അടുത്തത് കൊണ്ടുവരും. ഇതേ പിച്ചോടിന് അടുത്ത ദോശ കൊടുത്തു. സാമ്പാർ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ചുമന്ന ചട്നിയൊക്കെ ചുമന്ന ചട്നി സൂപ്പറാട്ടോ. അത് തക്കാളി ചട്നിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ. പിച്ചൂരിന് ഇതാ ഒരു സിംഗിൾ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിച്ചൂരിന് ചായ. ഓംലെറ്റ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ച്. ഇതേ നമ്മുടെ അടുത്ത ദോശ വന്നു. തക്കാളി ചട്നി നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി. ഒന്നും പറയാനില്ല. പിച്ചൂടെന്തേ ദോശയ്ക്ക് വെയിറ്റിങ്ങിലാണ്. നല്ല ഭക്ഷണമായതിൻ്റെ ഇതാണ്. ഇല കണ്ടോ, നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫുഡുകൾ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കില്ലേ, ഒരു പറ്റുപോലും വയ്ക്കാതെ. അതാണ് എൻ്റെ പാത്രത്തെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ച് അതെ, വരദൂർ ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തായാലും കഴിച്ച് നോക്കണം കേട്ടോ. എന്താ വെച്ചാൽ സൂപ്പർ ഫുഡാണ്. ഇവിടുത്തെ ലഞ്ചും അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിക്കാറുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതേ പോലീസുകാരൊക്കെ ഇവിടെ നിന്ന് വന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. ശരിക്കും ഹോംലി മീൽസ് എന്നൊക്കെ പറയില്ല, അതാണ് കാരണം. അവിടുത്തെ ചേട്ടനും ചേച്ചിയും ഇവിടെ ഫുഡ് എടുക്കുന്നത്.